ഇന്ന് നോയമ്പ് മുറിക്കാൻ നേരത്ത് കരിക്കിൻ ജ്യൂസ്, തണ്ണിമത്തങ്ങ ജ്യൂസ്, മാങ്ങ ജ്യൂസ്, മുന്തിരി ജ്യൂസ്, മാങ്ങ, തണ്ണിമത്തൻ പീസാക്കിയത്, മുന്തിരി, സപ്പോട്ട, ഈത്തപ്പഴം, ഉള്ളിവട, ഏക്കത്താപ്പം ഒക്കെ ഉണ്ടായിരുന്നു. ആദ്യം തണ്ണിമത്തങ്ങ ജ്യൂസ് കുടിച്ചു, അതിന്റെ പുറകെ മാങ്ങ ജ്യൂസും, അതിന്റെ പുറകെ മുന്തിരി ജ്യൂസും, അതിന്റെ പുറകെ കരിക്കിൻ ജ്യൂസും കുടിച്ചു. പിന്നെ ഒരു ഏത്തക്കാപ്പം എടുത്ത് കഴിച്ചു. ഉമ്മ എന്തോ നോയമ്പ് കടം വീട്ടിയതാണ്. പിന്നെ ഉള്ളിവട കഴിച്ചു, അതിന്റെ പുറകെ 2-3 മുന്തിരിങ്ങയും കൂടെ പറക്കി കഴിച്ചു. പിന്നെ സപ്പോട്ട എടുത്ത് കഴിച്ചു. ഉമ്മ നോയമ്പ് മുറിക്കാനിരുന്നപ്പോൾ ഞാനും ഇരുന്നു. പിന്നെ മാങ്ങ കഷ്ണം ഇരുന്നതും കൂടെ തിന്നിട്ട് തണ്ണിമത്തങ്ങ എടുത്ത് കഴിച്ചു. പിന്നെ ഉമ്മ കഴിക്കാൻ വയനയിലപ്പം ഉണ്ടാക്കിയായിരുന്നു. ഞാൻ കഴിച്ചില്ല. കുറച്ച് കഴിഞ്ഞ് ചോറും പുളിശ്ശേരിയും കാറിലും പച്ചടിയൊക്കെ ആയിട്ട് ഒരു ഇത്തിരി കൊത്തി തിന്നു. പിന്നെ ഒരു 8 മണിയായപ്പോഴത്തേക്ക് 2 പഴവും കൂടെ എടുത്ത് കഴിച്ചു. പിന്നെ എണ്ണപ്പലഹാരം എന്തെങ്കിലും ഉണ്ടാക്കി തരണേന്ന് പറഞ്ഞുകൊണ്ട് ഇത് അടപ്പായസം അല്ല, അച്ചപ്പത്തിന്റെ മാവാണ്. ഉണ്ടാക്കിക്കൊണ്ടിരുന്നപ്പോൾ തന്നെ പാത്രമായിട്ട് പോയി നിന്ന് 1-2 കഴിക്കാനായിട്ട് എടുത്തുകൊണ്ട് വന്നു. മാംസം കൂടുതലായിട്ട് ഇത് ഒരുപാട് എണ്ണ പിടിച്ചെടുക്കും, അതുകൊണ്ട് ഒരുപാടൊന്നും കഴിക്കരുത്, അല്ലെങ്കിൽ അകത്ത് മാവിന്റെ മാംസം വെക്കാതെ ഉണ്ടാക്കണം. അങ്ങനെ ഒരുപാട് അതിന്റെ ചിന്തകൾ. ഒന്ന് ആലോചിച്ചാൽ ഒന്നും ആലോചിക്കാതിരിക്കുന്നതാണ് നല്ലത്. പിന്നെ ഒരു യോഗട്ടും കൂടെ എടുത്ത് കഴിച്ചു. പിന്നെ നല്ല മണം വന്ന വയനയിലപ്പോൾ ആയതുകൊണ്ട് ഉമ്മ കഴിക്കാൻ നേരത്ത് 1-2 അതും എടുത്തുകൊണ്ട് വന്നിരുന്ന് കഴിച്ചു. ഇത്രയൊക്കെ ഇന്നുള്ളായിരുന്നു. പിന്നെ ഉമ്മ ഉണ്ടാക്കി വെച്ചിരുന്ന എള്ളുണ്ട കഴിക്കാൻ മറന്നുപോയി. പിന്നെ അതും കൂടെ പോയി രാത്രി എടുത്ത് കഴിച്ചായിരുന്നു. പിന്നെ ഒരു ചേട്ടൻ ചോദിച്ചായിരുന്നു ഇതെല്ലാം കൂടെ ഇറക്കുന്നത് എങ്ങനെയാണെന്ന്. ഇങ്ങനെ വെള്ളം കുടിച്ചാൽ മതി.